ഗൈസ്, വെൽക്കം ബാക്ക് അജൂക്ക വ്ലോഗ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മുടെ പപ്പിയൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്, തമ്മിലിൽ കൊടുത്ത പോലെ എന്നാ തോന്നുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടിയ ഡോഗൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു പൂച്ച അടപ്പുണ്ട്. പൂച്ചയ്ക്ക് എന്തിനെങ്കിലും തല്ലിക്കൊന്ന് തന്നെ മോൻ എഴുന്നേറ്റ് പോയിക്കോ ഗൈസ്. അവൻ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ നേരെ ഡയറക്റ്റ് കൊണ്ടുപോയി നമ്മുടെ ഡയറക്റ്റ് നമുക്ക് വന്ന് ഉറങ്ങാം. ദാ വരുന്നുണ്ട്. കൊല്ലടാവനെ. പുതിയ ടൈപ്പ് സോംബി ആണല്ലേ ഇതെന്തോന്ന് ഗൈസ്. നമ്മൾ ഉറങ്ങാനോ അത് സമ്മതിക്കത്തില്ലേ. കയറ്റി വിളി. അറ്റാക്ക് ചെയ്യണം. ഒന്നും നോക്കണ്ട. മിട്ടൂല്ല ടിട്ടു. എന്തോ മിട്ടു. സോറടാ കുട്ടാ, അല അടിച്ചാണ്. ഗൈസ്, അങ്ങനെ ഗൈസ് ഞാൻ അവനൊന്നും അറിയാതെ അടിച്ചു പോയി. പക്ഷെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. നല്ല പട്ടിനും കൊന്നിട്ടുണ്ട്. എല്ലാവരും തീക്കാത്തൊന്നും ചാവുന്ന എനിക്കൊന്ന് കാണണ്ട. ഇവിടെ പട്ടിയുണ്ട്. പട്ടിക്ക് നമുക്ക് ഫുഡ് കൊടുക്കണം. പക്ഷെ പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഗൈസ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. അയ്യോ ഗൈസ്, എല്ലാവരും ചത്ത. ഇവിടെ ഒരു ട്രേഡർ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു അതിനെ അടിച്ചപ്പം. ആ ട്രേഡറിൻ്റെ കയ്യിൽ ഈ സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്. നമ്മ പൊട്ടാറ്റോ ഒക്കെ തീർന്നാച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇതെടുത്തിട്ട് ബീട്രൂട്ട് തിന്നാച്ച്. ഇവൻ്റെയും കൂടി ഹെൽത്ത് ഗുഡാക്കാൻ വേണ്ടി നമുക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലും സ്കെൽട്ടനെ കണ്ടുപിടിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഗൈസ്, സ്കെൽട്ടനെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും മീറ്റ് ആയാലും മതിയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇവനെ കൊല്ലാം. വേറൊരു നിവൃത്തിയില്ല. മട്ടൻ കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് ഇവനെ കൂടെ ഒന്ന് വന്നേക്കാം. മട്ടൻ കിട്ടിയാൽ നമുക്ക് നമ്മുടെ ചക്കന് ടിട്ടൂനോ മിട്ടൂനോ കൊണ്ട് കൊടുക്കാം. എൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കൃത്യമായിട്ട്. അപ്പോൾ ഗായ്സ്, എവിടെ നമ്മുടെ ചെറുക്ക ഇന്നാ തിന്ന്. അവനെ സ്റ്റാൻഡപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. വാടാ, അവിടെ ഇരിക്കുന്നതിനാ. അവൻ എന്നെ നോക്കി ലബ്ബൊക്കെ ഇവിടുന്ന്. നമ്മൾ അത്രയ്ക്ക് ഫേവറേറ്റ് അജിന്. ഇവിടെ താഴോട്ട് പോലെ ഞാൻ അറിയാതെ തള്ളിയതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ ഉടനെ തന്നെ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ട്രയൽ കളിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വകവെക്കാതെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് എടുക്കുക. അയ്യോ കളയല്ലേ. നമ്മുടെ മീറ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബോട്ട് ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ഒരൊറ്റ ബോട്ട് മതി. നമ്മുടെ ചെറുക്കനെ ഗൈസ് ബോട്ടിനകത്താക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. ചെറുക്ക വന്ന് കയറടാ. അവനെ തിരിഞ്ഞ് നോക്കാനും ഒക്കൂലല്ലോ. എന്തിയവൻ? നമ്മുടെ ചെറുക്കനെ കാണുന്നില്ലല്ലോ. മിട്ടു ജയ് വാടാ, കൂടെ വാ, അണ്ണൻ്റെ കൂടെ വാ. ഗൈസ് ദാണ്ട നമ്മളെ കൊണ്ടുപോകാതെ പോണ്. നമ്മുടെ ലാംഗ്വേജിന് എന്താ ഇത്ര മാറ്റോ?
ഗൈസ് നമ്മുടെ മിട്ടൂനില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുത്തിയിട്ട് പോകേണ്ടി വരും. അതായിരിക്കും ഇച്ചിരിയും കൂടി നമ്മുടെ... അയ്യോ ദോ വരുന്നൊരു കുന്ത്രാണ്ടം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അത് വേണ്ടിട്ട് പോരെ. മിട്ടൂൻ്റെ ലൈഫ് ഇതാണ്ടൊരുത്തം നിൽക്കുന്നു. ഇവനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അവിടെ ഇരുത്തിക്കോ. മിട്ട് വേണ്ട ദോ ഇരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് വരാൻ ഏതോ സോം പിടിച്ചിട്ട് തുടങ്ങി പോയേക്കുന്നു. ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ആരാ മിട്ടുമെന്ന് ചോദിച്ചത്? അവനാണ് ഗൈസ് നമ്മുടെ ഒമർ. നിങ്ങൾക്ക് മറവില്ലായിരിക്കും. അതായിരിക്കും നമ്മുടെ മിട്ടു. സോറി ഗൈസ്, നമ്മുടെ മിട്ടുവിനെ അടിച്ചില്ല. മിട്ടു നമ്മുടെ ബാക്കിൽ ഇരിപ്പുണ്ട്. അറിയാതെ ഞാൻ കൊണ്ടാണ്. അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര... ഒരു മിനിറ്റ് ഗൈസ്. നത്തിങ് ഈസ് ഹാപ്പൻഡ് ഹിയർ. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ അതൊന്നും വാഴന്ന് വരുന്നില്ല. നമുക്കപ്പോൾ ഇവിടെ ഇട്ട് പോകാനുള്ള വഴി, അവിടെ വഴി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ആ വഴി പോവാം. ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട് ഗൈസ്. നമ്മൾ ഫോണിൽ കളിക്കുന്നുണ്ട് പറയുമല്ല, ഭയങ്കര പാടാണ്. ഞാൻ കടലിൽ നീന്തി പോകുന്നതായിരിക്കും നിങ്ങൾ വൈകുന്നത്. യെസ് അതാണ് ഞാനും ആലോചിക്കുന്നത്. നീന്തിപ്പോകുന്നതിൻ്റെ അത്ര പാട് വരത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. അല്ലേ നമ്മുടെ ബോട്ട് ഇവിടെ നമുക്ക് ഒതുക്കിയിടാം. ഇടിച്ച് കയറ്റി അങ്ങ് നിർത്തി സ്റ്റാൻഡ്. നമുക്കിതങ്ങ് പൊളിക്കാം. നമുക്ക് ബോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മിക്കുനെയും കൊണ്ട് പോവാം. മിട്ടുവിനെയും കൊണ്ട് പോവാം. മിട്ടുക്കുട്ടാ. അപ്പോൾ ഇടയ്ക്കുന്നൊക്കെ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ഇവിടുന്ന് റോബ്ലോക്സ് കളിക്കുന്നതിൻ്റെയാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. ശബ്ദം കുറയ്ക്കടാ. ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ മിട്ടു കിടന്ന് കുരയ്ക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് പോകാൻ വഴി അറിയാമോന്ന് ചോദിച്ചാൽ എന്നോട് അങ്ങനെ ഒന്നും ചോദിക്കരുത് ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്. നിങ്ങളപ്പം ഗൈസ്, അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ പറയുന്ന അതേ ഗെയിംസൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. മൾട്ടിപ്ലെയറൊക്കെ നമ്മുടെ ഫോണിൽ കളിക്കാൻ പറ്റുന്ന മൾട്ടിപ്ലെയേഴ്സ് ഗെയിംസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ചുറ്റിപ്പറ്റി നോക്കാം. നമ്മുടെ മിട്ടുവിൻ്റെ കാര്യം പറയണ്ട, കുറച്ചുകൊണ്ട് നമ്മുടെ പുറകെ വരുന്നുണ്ട്. നീ എന്തിനാണ് അത്ര നടക്കുന്നേ? മിട്ടുവിന് ഇഷ്ടപ്പെട്ട ഒരു പോർക്ക് ഗൈസ്, സോറി ബീഫാണ്. ഗൈസ് കൊള്ളാലോ ഗൈസ്. നമ്മളിവിടെ തണ്ണിമത്തനാണോ അല്ല എന്ത് നമ്മുടെ ഹാലോവീന് വെക്കുന്ന സാധനം. ഇത് വെച്ചിട്ട് നമ്മുടെ അയൻകോളത്തെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ മല ഫുള്ള് കയറി നോക്കാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഫുള്ളൊന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഗൈസ് നല്ല നിരന്ന് നടക്കുന്ന പൂക്കളൊക്കെ ഉള്ള കോഴി. ഹലോ അറ്റാക്ക് ഇടാവനെ. ഒരടിക്കത് തീർന്നു ഗൈസ്. ഞാൻ ആലോചിച്ച് നോക്കി, ഒരടിക്കത് തീർന്നു. അപ്പം എൻ്റെ ഒരു അടിയെന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്. പൊന്നിച്ച പോറും ഞാൻ അടിച്ച തങ്കമട്ടൻ നീ അടിച്ച അതെന്നാ ഡയലോഗ്. നമ്മളിവിടെ സ്ഥലത്തിയപ്പോഴത്തേക്കും കുറച്ച് ഡാർക്കൊക്കെ ആയി തുടങ്ങി. എന്തായാലും ഗൈസ് നമ്മളിവിടെ എത്തിയതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഗൈസ് ഇവിടെ ഫുള്ള് എന്താ അറിയാൻ വയ്യ ഇങ്ങനത്തെ ഐറ്റംസാണ്. ഗൈസ് ദാണ്ടേ ഇതാണ് ഗൈസ്, ഒരു മുട്ടായി തന്നെയാണ്. അത് പേടിക്കണ്ട. അയണ് ഇവിടെ ഉണ്ട്.
എന്തായാലും ഗേസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നുണ്ട് ഗേസ്. നമുക്ക് കുറച്ച് അയൺ കിട്ടി. അയൺ വെച്ച് നമുക്ക് അയണിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ കോളുണ്ട്. ഗേസ് കോളും നമുക്കെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇഷ്ടംപോലെ കോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടേ, അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഇഷ്ടംപോലെ കോളൊക്കെ കിട്ടുന്നുണ്ട്. കോൾസ് നമ്മൾ ആദ്യം ഇട്ട വീഡിയോ കണ്ടായിരുന്നല്ലോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഇരുട്ടാവുന്നതിന് മുമ്പ് തിരിച്ച് നമുക്ക് വീട്ടിൽ. ഓ ഗൈസ്, എന്തോ ഗൈസ് ഇത് അളിയാ, ഇഷ്ടപ്പെട്ട്. ഐ ലവ്ഡ് ദിസ്. എന്ത് നമുക്ക് റൈഡ് വെച്ചാൽ ഇതിനോട് റൈഡ്. ഐ ഹാവ് എ റൈഡ് ഗൈസ്. ചിന്ന പ്രോബ്ലം ഇருக்கு. സോംബിയൊക്കെ ദാ വരുന്നു ഗൈസ്. നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നത്. തിരിച്ചു പോകാനുള്ള വഴി എനിക്കറിയാൻ വയ്യ, ഞാൻ പെട്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ്ലി ഐ ആം ലീവ്. എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം ഗൈസ്. പ്രശ്നം വഷളാവുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായതിനാൽ നമുക്ക് ഡയറക്റ്റ് നേരെ. ഓ ഗൈസ്, ഷീൽഡിട്ടവന്മാരും ഷീൽഡിടാത്തവന്മാരും തിളങ്ങുന്നവന്മാരും. ഓ ക്രീപ്പറൊക്കെ സൈഡിൽ ഗൈസ്. യെസ്, ഞാൻ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയായല്ലോ. ഒരു ബെഡ് ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബോട്ടിനകത്ത് കയറാൻ ചങ്ക്. നമ്മുടെ ഡോഗ് വരുന്നുണ്ട്, ഡോഗേഷിനെ ഒന്ന് കയറ്റാം. ഡോഗേഷ് മോനെ ഇങ്ങ് വാ. ഓഹ്, അവൻ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഗൈസ്, അയ്യോ ദാ വരുന്നു. നമ്മുടെ ഡോഗേഷിൻ്റെ പുറകെ തന്നെ ഉണ്ട് ഒരുത്തൻ. പോടാ മാക്കാച്ചി തലയാ. യെസ്, നമുക്ക് ഇവിടുന്ന് സ്ഥലം തന്നെ വിടേണ്ടി വരും. പ്രശ്നമാണല്ലോ മോനെ. എന്തായാലും നമുക്ക് നമ്മുടെ മല നോക്കി പോകേണ്ടി വരും. നമുക്ക് എന്തായാലും ഈ വഴി പോകും. നമ്മൾ ഈ വഴി. ഓഹ്, പൊട്ട 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 പൊട്ട. ഓ പെട്ട് ഭഗവാനെ, സോറി അല്ലാഹുവേ. ഞാൻ തീർന്നളിയാ, തീർന്നു. എനിക്ക് വയ്യ. ഇതിവിടൊക്കെ സാധനം പോയി കഴിഞ്ഞാൽ നമുക്ക് അയൺ കിട്ടിയതാണ് ഗൈസ്. ഞാൻ ആ പെട്ട അവസ്ഥയായി. എൻ്റെ ഇനി ലൈഫില്ല ഗൈസ്, നോ മോർ. ഞാൻ പെട്ട്. ഇങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ ഗൈസ്. നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുവാണ് ഇതെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന്. പുല്ല് താണ്ട് ഞാൻ ഇടയ്ക്കൂടെ ഒരുത്തൻ. ഗൈസ് അങ്ങനെ പൊട്ടിക്കുന്നത് അവിടുന്ന് ക്രീപ്പർ എണ്ണാനും വരുന്നുണ്ട്. ഞാൻ ആ പാട് തെറ്റി. ഇപ്പോൾ ഒന്ന് പൊട്ടിയാൽ ഞാൻ തീർന്നു. ഗൈസ് ഞാൻ തിരിച്ചു പോവാം. ഗൈസ് കറക്റ്റ് ടൈമിൽ തന്നെ അത് പൊട്ടിയിട്ടുണ്ട്. എൻ്റെ ലക്കെന്ന് പറയാമല്ലോ ഗൈസ്, സീരിയസ്ലി എൻ്റെ ലക്കാണ്. ആ പാട് 2 ലൈഫും കൊണ്ട് ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്ന പോലും എനിക്കറിയാൻ വയ്യ. ഗൈസ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിക്കാൻ നോക്കട്ടെ.
അപ്പോൾ കേസ് ഒരു പ്രശ്നമുണ്ടായി. ഞാൻ അങ്ങോട്ട് ബോട്ടൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ മരിച്ചു പോയി കേസ്. എൻ്റെ സോംബിയോ എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്തു. എൻ്റെ സാധനങ്ങളെല്ലാം പോയി, എൻ്റെ മിട്ട് പോയി ഗൈസ്. ആകെ സീനായി. ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അവിടെ പോയിട്ട് എന്തോ ചെയ്യണം. അവിടെ ഏതാ സ്ഥലമെന്ന്. ചിലപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധനവും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി തപ്പി നോക്കാം. നമ്മുടെ മിട്ടുവിനെയെങ്കിലും കിട്ടുമോ എന്ന് നമുക്കൊന്ന് പോയി ഒന്ന് തപ്പാം. ഇനി ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരികയും ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ വഴിയെങ്ങാണ്ടാണ് പോയത് നേരത്തെ. അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് പോവാം. അതിനുമുമ്പ് നമുക്ക് മരം വെട്ടിയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം. നമുക്കത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ആക്സും പിക്കാക്സൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് എന്തായാലും ചെയ്യാം. നമ്മുടെ സാധനങ്ങൾ എന്തായാലും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിച്ചില്ല. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ഈ ഒരു 5-6 മരം മുറിച്ചിട്ട് 1-2 മരം മുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇത്രയും മതിയായിരിക്കും. നമുക്ക് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളല്ലേ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ തടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ക്രാഫ്റ്റിംഗ് ടേബിൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഫസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തു. ഇനി 5-6 വടിയും കൂടെ എടുത്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം ഗായ്സ്. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നിങ്ങളെല്ലാവരും പോയി സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യാം. നല്ല വിഷമമുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് അയൺ കിട്ടി, അയൺ പിക്കാക്സ് കിട്ടി, അയണിൻ്റെ ഷൂസ് കിട്ടി, അതെല്ലാം പോയി ഗായ്സ്. അപ്പോൾ നമുക്കിനിയിപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അയൺ തൊട്ട് വീണ്ടും ചെയ്യാം. എന്തായാലും നമ്മൾ പോകുന്നിടത്ത് ഇനി അയൺ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 2ാമത്തെ എപ്പിസോഡല്ലല്ലോ, 3ാമത്തെ എപ്പിസോഡ് നമുക്ക് എല്ലാം പോയി റിട്ടേൺ എടുക്കുന്ന രീതി എടുക്കാം. കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷിച്ച. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ വഴി എങ്ങാണ്ടാണ് ഗൈസ് പോയത് എന്ന് പറയുമ്പോൾ ഈ വഴി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ ഈ വഴി എങ്ങാണ്ടാണ് പോയത്. അതോ ഈ വഴിയാണോ അപ്പുറത്തെ വഴിയാണോ? എന്തായാലും ശരി, ഈ വഴിയാണ് ഗൈസ്. ഇവിടുത്തെ ഒരു നടപ്പാത ഉണ്ടോ, ഇടിച്ച് ചെയ്യുന്ന നടപ്പാത. ആ നടപ്പാത കഴിഞ്ഞിട്ട് നമ്മൾ പോയി. അതിനുശേഷം നമ്മൾ കേസ് നേരത്തെ വീഡിയോ എടുത്ത് നോക്കി. അപ്പം അതിനകത്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഗൈസ് ഞാൻ പോയി വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് എങ്ങാണ്ടാണ് ഗൈസ് നമ്മൾ ബോട്ട് ഇവിടെ നിർത്തിയിട്ട് ബോട്ട് കൺട്രോൾ ചെയ്യാൻ പാടാം, നമുക്ക് മല കയറിപ്പോവാന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എങ്ങാണ്ട് ഇടിച്ച് നിർത്തി പൊട്ടിച്ചിട്ട് ആണ് പോകുന്നത് എന്നാണ് എൻ്റെ സംശയം. ഈ ഭാഗത്തായിട്ട് ഇപ്പം ശബ്ദം ചെറുതായിട്ടൊന്ന് കൂട്ടിങ്ങൊക്കെ കേൾക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ പ്രശ്നം സംഭവിച്ചു. ഇപ്പോൾ 2ാമത് റെക്കോർഡ് ചെയ്യാണ്. കാരണം എൻ്റെ വോയിസ് നമ്മുടെ മൈക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും 2ാമത് എഡിറ്റ് ചെയ്യുവാണ്. പോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്കിതല്ലേ ആപ്പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചുകൊണ്ട് പോവാം. പക്ഷെ നമ്മുടെ വേറൊരു ബോട്ട് നമ്മുടെ കയ്യിരിപ്പുണ്ട്. അതെങ്ങനെയൊന്നും എനിക്ക് സംശയമില്ല. അതില്ല ഇടയ്ക്ക് ഗെയിം ഒന്ന് സ്റ്റാക്ക് ആവുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരുടെ മുന്നിൽ കേട്ടു ശിഹാവേ. എനിക്ക് തോന്നുന്നു ഗൈസ് ഈ വഴി ഞാൻ പോയെന്ന് എനിക്ക് 100% ഉറപ്പാണ് ഈ വഴിയാണ് പോയത്. പക്ഷേ ഈ വഴി വന്നപ്പം ഒരു തടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണുന്നില്ല ഇപ്പം. പക്ഷെ ഇതുണ്ടോ, നമ്മൾ നേരത്തെ വന്നപ്പോൾ ആയിരുന്നെങ്കിൽ ഒന്നിച്ചെടുക്കും. പൈലൻ്റ് പോലെയൊക്കെ ആയി. എന്തായാലും ഞാനൊന്ന് തപ്പി നോക്കാം. ഗൈസ് ഞാൻ പറഞ്ഞ തടി ഇതാണ് ഒടിഞ്ഞിടക്കുന്നതെന്ന് പറഞ്ഞത്. ഇപ്പം ഇവിടുന്ന് ഗൈസ് ഡോണ്ടൊരു മല, നമുക്ക് ആ മല അല്ല ഗൈസ്, ആ മല അവിടെ നമ്മുടെ ഗോപുരം കാണുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ആ മല അല്ലെന്നാണ് മനസ്സിലാക്കാമല്ലോ. അപ്പം നമുക്കൊന്ന് നോക്കാം. ഗോപുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ മുകളിൽ കയറി നിന്നിട്ട് നോക്കേണ്ടി വരും. ഏതെങ്കിലും നമ്മൾ നേരത്തെ പോയ മലയല്ലേ, അപ്പം മല എവിടെ ഉള്ളതെന്ന് ഇങ്ങനെ നോക്കേണ്ടി വരും ഗൈസ്. പക്ഷെ എവിടെയും കാണുന്നില്ല. നമുക്ക് ഈ ചെടിയുടെ മുകളിൽ കയറാൻ വെള്ളത്തിൽ വീണ്. എന്തായാലും ഇനിയിപ്പോൾ കുളിച്ച് കയറാൻ നമുക്ക് നീന്തിയിട്ട് ഇവിടെ തന്നെ കയറാം. ബോട്ട് എടുക്കുക. എന്തായാലും നമുക്ക് കയറി നോക്കാം. മുങ്ങിപ്പോകുന്നതിന് മുമ്പ് ബോട്ടിൽ കയറണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, ശ്വാസം കിട്ടത്തില്ല. ചേട്ടാ ബോട്ടിൽ കയറാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല. കണ്ടു
ഞെക്കി. അപ്പം നമുക്ക് ഓട്ടോടി ഒന്ന് പോയി നോക്കാം. കറക്റ്റ് ഇവിടാണ് നമ്മൾ വന്നത്. എന്നാലും എവിടെ പോയി കാണും. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ഗേസ് നമ്മുടെ മിട്ടുവിനെ പോലത്തെ മിട്ടു അല്ല ഗേസ്, മിട്ടുവിൻ്റെ ഒരു കുഞ്ഞ് പപ്പ, പക്ഷെ ക്യൂട്ടായിട്ടുണ്ടേ. നമുക്ക് പറ്റുമെങ്കിൽ ഒരാളൊന്ന് അവനെയും കൂടെ ഒന്ന് കൊണ്ടുപോകാം. നമുക്ക് മിട്ടുവിന് വരാം, മിട്ടുവിനൊരു കൂട്ടായിട്ടേ. പക്ഷെ നമ്മൾ വിഷയത്തിന് തെന്നി മറന്നു. ഇവിടെ ഇതേപോലെ ഐലൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, വെളുത്തവണ്ണിൽ അടപ്പുണ്ട്. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് കയറി നോക്കാം. ബോട്ട് അവിടെ കിടക്കട്ടെ. തിരിച്ചു ഇവിടെ ബോട്ട്, നമ്മളിനി മരിക്കുവാൻ ഇവിടെ ബോട്ടുണ്ട്. കേസ് ഈ വഴി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ വഴി നമ്മൾ പോയതാണ്, കോഴിനെയൊക്കെ കണ്ടു. നമ്മൾ ഇവിടെ നിന്ന് പോയതാണ്. ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ ഒരു മല നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ചിലയൊക്കെ നമ്മൾ സത്യം കേസ് നമ്മൾ നേരത്തെ വന്ന് ഇവിടെ തന്നെ. കാരണം അവിടെ പംകിനൊക്കെ നിൽക്കുന്നു. ഉറപ്പായിട്ട് നമ്മൾ എന്തായാലും ഈ പംകിൻ കട്ട് ചെയ്ത് പംകിനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയായിരുന്നു. അപ്പോൾ പംകിൻ എന്തായാലും തോണ്ട കാണുന്നു കേസ്, തോണ്ട കാണുന്നു കേസ്. അവിടെ ഒരു മല കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഗേസ് ആടിൻ്റെ കുഞ്ഞ് കണ്ടോ, ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇവിടെ എന്തായാലും നമുക്ക് സ്റ്റോണേജ് കയനേജിലോട്ട് കടന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും കളിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ഈ മല കയറി നോക്കാം. മലയുടെ മുകളിൽ നമ്മൾ പോയ സാധനം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ട്രൈ. അതുകൊണ്ട് ഗൈസ് ഈ വഴി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചുട്ടങ്ങാണ്ടായിരുന്നു നമ്മളെന്തോ കണ്ടതുപോലെ എൻ്റെ ഒരു ഓർമ്മ ഗൈസ്. നിങ്ങൾക്ക് പോയി നോക്കാം. മലയുടെ അവിടെ വെച്ചിട്ട് നമ്മളൊരു കുതിരേനെ എന്തോ കണ്ടിട്ട് അവിടെ നോക്കിക്കൊണ്ടിരുന്ന, അങ്ങനെയാണ് ഇരുട്ടായത്. കുതിരയാണോ എന്തോ അറിയാൻ വയ്യ, അതോ നിൽക്കുന്നു. ഇവനെ നോക്കിയിട്ടാണ് ഗൈസ്. ഇവനെന്തായാലും നമ്മൾ കൊണ്ടുപോകും. ഇവൻ കാരണമില്ല നമ്മൾ പെട്ടത്. എന്തായാലും ഇവനെ ഞാൻ കൊണ്ടുപോകും ഒരു ദിവസം വന്നിട്ട് ഗൈസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചെന്ന് പറയുമ്പോൾ നമ്മളിവിടെ അയനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വന്ന വഴി തിരിച്ച് കറങ്ങിപ്പോയി ആണ് സംഭവിച്ചത്. ഞാൻ പോയിട്ട് സ്ഥലം കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നൊക്കെ ചെയ്തു ഗൈസ്. ഇവിടുന്ന് നമ്മൾ ഓടുമായിരുന്നു. എന്ന് പറയുമ്പോൾ സോംബീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം പോകുന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. പക്ഷെ നമുക്ക് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇവിടുന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മളിവിടുന്ന് ബോട്ടെടുത്ത് അത് വിട് ഗൈസ്. ബോട്ടെടുത്ത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ബോട്ടെടുത്തിട്ട് നമ്മൾ പോയി. ബോട്ടെടുത്തിട്ട് നമ്മൾ ആ ദിശയിലോട്ടാണ് പോയത്. എന്ന് പറയുമ്പം നോർത്തോ സൗത്തോ ഏതൊരു സൈഡിലോട്ട്, വെസ്റ്റ് സൈഡിലോട്ടാണ് പോയത്. ഈ ബോട്ട് എടുക്കാൻ മയ, ബോട്ട് കൺട്രോൾ ചെയ്യാൻ മയ കൊണ്ട് നമുക്ക് ഈ കരയിലൂടെ അങ്ങ് കയറിച്ചില്ല. എന്തായാലും കര ഉണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് ഒരിടത്ത് എത്തി നമ്മൾ പൊട്ടിക്കാനൊക്കെ നോക്കി. റെക്കോർഡിംഗ് ആണ് ഗൈസ്. പോട്ടെ. എന്തായാലും നമുക്കൊരു ആടിനെ കൊന്നിട്ടേക്കാം. കാരണം എന്ന് പറയുമ്പം നമ്മുടെ നേരത്തെ അവിടെ കിടക്കുന്നിടത്ത് ഒരു ആടിൻ്റെ നമ്മൾ 2 ആടിനെ കൊന്നതിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഞാൻ മേടിച്ചെടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു ബെഡൊക്കെ ഉണ്ടാക്കാം. അതാണ് എൻ്റെ പ്ലാൻ. പക്ഷേ യൂട്യൂബിൽ നോക്കിയപ്പോൾ യൂട്യൂബർ പറയുന്നത് ചത്തത്തൊന്നും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധനമൊന്നും കിട്ടത്തില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ട്രയൽ ആയതുകൊണ്ടേ നമ്മൾ ആ സ്ഥലം എത്തുന്ന കാര്യങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശരിക്കും നമ്മൾ ഈ വഴി കൂടെ പോയി ഗൈസ്. ഈ വഴി കൂടെ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റില്ല. നമ്മളെ വീഡിയോ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പോയിട്ട് ഞാൻ അവിടെ വീട്ടിലെത്തിയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ പൊളിച്ച് ഈ റോഡ് ഞാൻ പൊളിച്ചിട്ട് ഇവിടെ എത്തി, നടുക്കെത്തി, സെൻറ്റർ ഭാഗത്തെത്തി. സെൻറ്ററിൽ നിന്ന് ഞാൻ അങ്ങോട്ട് നേരെ പോയി എന്ന് പറയുമ്പം കാണിച്ചുതരാം. നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് അപ്പുറത്തെ ഐലൻഡ് ഉണ്ടല്ലോ, ആ ഐലൻഡ്, ഈ ഐലൻഡ് കാണുന്നില്ലേ, ഇതിൻ്റെ അപ്പുറത്തൊരു വെള്ള സ്ഥലമുണ്ട്. എന്ന് പറയുമ്പം ഞാൻ കാണിച്ചു തരാം. അവിടെ ഇല്ലെങ്കിൽ ഗൈസ് നമ്മൾ ആദ്യം തൊട്ട് എല്ലാം തുടങ്ങേണ്ടി വരും. അതാണ് ഒരു വിഷമം. ഇവിടെയാണ് ഗൈസ് കിടക്കുന്നത്. എൻ്റെ ബോട്ട് കിടക്കുന്നുണ്ടോ ഗൈസ്? ഇവിടെയാണ് ഗൈസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വന്നത്. ഇവിടെ വന്ന് നമ്മൾ ഫുള്ള് തപ്പി നോക്കേണ്ടതാണ്. നമ്മൾ അടിയിലൊക്കെ പോയി നോക്കാം. പക്ഷെ ഇവിടെ എവിടെയില്ല ഗൈസ്. എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം പോയി. അയണ് തൊട്ട് നമ്മൾ ശേഖരിച്ച് എല്ലാം പോയി. ഞാൻ എല്ലാം ഒന്ന് തപ്പി, എല്ലാം പോയി. നമ്മളാകെ പെട്ട അവസ്ഥയായി. ഗൈസ് കണ്ട നമ്മൾ മിട്ടു ഡേ കുണ്ടി കാണിക്കാൻ ഫ്രണ്ട് കാണിയറ. നമ്മളെ കണ്ടിട്ട് മര്യാദ എന്തോ മൈൻഡ് ഉണ്ടോ നോക്കിയേ.
ചക്കും കൊള്ളാമല്ല. ബാ നമുക്ക് പോവാം. ഇരുട്ടാവുന്നു ഗൈസ്. ഇരുട്ടായി തുടങ്ങി. എനിക്ക് വീണ്ടും മരിക്കാൻ വയ്യ. ആപ്പാട് കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ രക്ഷപ്പെടാം. വായോ. നാളിവിടെ കാണണ്ടയാണ് ഗൈസ്. ഞാൻ വെച്ചാൽ പോകുന്ന പിക്കാസായിരിക്കും മീനെ കണ്ടിട്ട്. എന്നാലും ഗൈസ് പോയതൊക്കെ പോയി. ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് വീട് കയറണം. ഉണ്ട് മിട്ടു. വാ 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 എൻ്റെ കൂടെ വന്നോ മിട്ടു. ഗൈസ് മിട്ടു നമ്മുടെ കൂടെ വരാൻ ഭയങ്കര മടിയാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ടതോ നിൽക്കുന്നു. വാടാ മിട്ടു. അല്ലെങ്കിൽ മിട്ടുവിനോട് ഉപേക്ഷിച്ചിട്ട് പോയാലോ? വേണ്ട. ഗൈസ് മിട്ടു ആണ് നമ്മുടെ രക്ഷകൻ. മിട്ടു ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇവിടെ വരെ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിട്ടു അവിടെ പുറേ ഉണ്ടോ? കാണുമായിരിക്കും. എന്തായാലും ഗൈസ് നമുക്ക് പോവാം. ഈ വഴി കയറി പോവാം. സൂര്യനെ നോക്കി കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സൂര്യൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ വില്ലേജ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ സൂര്യനെ നോക്കി പതുക്കെ അങ്ങ് നടക്കാം നമുക്ക്. ഉണ്ടല്ലോ. ഞാൻ സൂര്യനെ നോക്കിയാണ് നടക്കുന്നത്. സൂര്യൻ്റെ പ്രകാശം തോണ്ടേ സൂര്യരശ്മികൾ. നമുക്ക് സൂര്യനെ നോക്കി അങ്ങ് നടക്കാം. ഓ ഗൈസ് ഞാൻ പറഞ്ഞ സത്യമുണ്ട്. ഇങ്ങോട്ട് സൈഡിലോട്ട് നോക്കി ആ കാണുന്ന വില്ലേജാണ്. നമുക്ക് വില്ലേജിൽ പോയിട്ട് ഉറങ്ങിയിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പീസ് ഔട്ട്. വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വില്ലേജിൽ തന്നു. വില്ലേജ് ഗൈസ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വില്ലേജിൽ നമ്മളൊരു വീട് പണിയുന്നു. അതിനുശേഷം വീട് പണിയുന്നല്ല, നമ്മൾ ഇപ്പോൾ പോയടുത്തുണ്ടല്ലോ അവിടെ പോകുന്നു. നമ്മൾ പട്ടിനെയൊന്നും കൊണ്ടുവന്നില്ല. പട്ടിനെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നു. അവിടെ നിന്ന് കുറച്ച് അയണൊക്കെ എടുക്കുന്നു. അയണുണ്ടെങ്കിൽ അയൺ എടുക്കുന്നു. തിരിച്ചു വരുന്നു. വീട് പണിയുന്നു. അതാണ് നമ്മുടെ അടുത്ത കണ്ടൻറ്റ്. നമ്മുടെ തമ്മിൽ പോലെ തന്നെ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഞാനൊന്ന് പോയി ഉറങ്ങിയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം ഗൈസ് ഇന്നത്തെ വീഡിയോ. എവിടെ കിടക്കും? റൂമുള്ളൊരിടത്ത് കിടക്കും. ബെഡുള്ളടത്ത് എവിടെ കിടക്കാം? ഓ നല്ല ഉറക്കം ഗൈസ്. ഇന്ന് സോംബിയുടെ ശല്യം ഇല്ലായിരുന്നു. ഇന്നലെ ആയിരുന്നു ശല്യം കൂടുതൽ. അപ്പോൾ ഗൈസ് പുറത്ത് കാണേണ്ട ഒരു സോംബി എണ്ണം വരുന്നുണ്ട്. ചേടാ എൻ്റെ പുറയിലാണല്ലോ എല്ലാ ശല്യവും വരുന്നത്. എനിക്കും തീ പിടിപ്പിച്ച്. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. പോയാ അവിടെ പട്ടിയെ കടിയുന്നുണ്ട് ഗൈസ്. അത് വിട്. അതുകൊണ്ട് അയ്യോ പട്ടിനെ ചത്ത. ഇല്ല അതാണ്ട് ഇവിടെ പോണ്ട. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ. എല്ലാം ലൈക്ക് ചെയ്യാൻ ഷെയർ മറക്കല്ലേ. പീസ്.